السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد. പ്രിയമുള്ളവരെ, ധനാഗമന മാർഗം ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന വിഷയത്തിൻ്റെ ചർച്ചയിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അധ്വാനത്തിൻ്റെ മഹത്വം, കച്ചവടത്തിൻ്റെ മഹത്വം പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മോട് അധ്വാനങ്ങളുടെ, കച്ചവടങ്ങളുടെ മാഹാത്മ്യങ്ങളെക്കുറിച്ച് പറഞ്ഞതൊക്കെയും ഏറെക്കുറെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനും അറിയാനുമുള്ളത് നമ്മുടെ കച്ചവട ഇടപാടുകൾ പുണ്യമേറിയ ഇബാദത്തുകളാക്കി മാറ്റാനുള്ള മാർഗത്തെക്കുറിച്ചാണ്. ഒരു മുഅ്മിനിന്റെ ജീവിതം A to Z അല്ലാഹുവിന് വേണ്ടിയുള്ളതാണ്. തൊട്ടിൽ മുതൽ മയ്യിത്ത് കട്ടിൽ വരെ, അടുക്കള തൊട്ട് അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെ അല്ലാഹുവിന്റെ പ്രീതിയിൽ ക്രമീകരിക്കുകയാണ് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യത. അതുകൊണ്ടുതന്നെ ഒരു മുസൽമാൻ ചെയ്യുന്ന കച്ചവട ഇടപാടുകൾ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമായിരിക്കണം എന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ട് നമ്മുടെ തൊഴിലുകൾ, കച്ചവടങ്ങൾ, ഇടപാടുകൾ അള്ളാഹുവിങ്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മങ്ങളാക്കി മാറ്റാൻ എന്താണ് വഴി എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ അന്വേഷണം ഇനി തുടരേണ്ടത്. പ്രിയമുള്ളവരെ, എല്ലാവരും ഈ വിഷയം ശ്രദ്ധയോടെ കേൾക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും വേണം. എന്തുകൊണ്ടെന്നാൽ വയജിബു അലാ മുസ്ലിമിൻ അൻ യകൂന ബൈഉഹു വശറാഉഹു വസായിറു മുആമലാതിഹി അല സുന്നത്തി. ഇത് ഇസ്ലാമിന്റെ ഒരു അധ്യാപനമാണ്. വയജിബു അലൽ മുസ്ലിമി, ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്, ഓരോ മുസ്ലിമിനും കടമയാണ്, ബാധ്യതയാണ്. എന്ത്? അൻ യകൂന ബൈഉഹു, അവന്റെ കച്ചവടമാകൽ, അവന്റെ വിൽപ്പനയാകൽ, വശറാഉഹു, അവന്റെ പർച്ചേസ്, അവന്റെ വാങ്ങലുകൾ ആകൽ, വസായിറു മുആമലാതിഹി, മറ്റു അവന്റെ ഇടപാടുകളൊക്കെയും ആകൽ നിർബന്ധമാണ്. അല സുന്നത്തി, സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, നിർദ്ദേശം തന്നതിന്റെ അടിസ്ഥാനത്തിൽ, കാണിച്ചു തന്നതിന്റെ അടിസ്ഥാനത്തിൽ വിൽക്കുകയും വാങ്ങുകയും ഇടപാടുകൾ നടത്തുകയും ചെയ്യുക എന്നത് ഒരു മുസ്ലിമിന്റെ മേൽ നിർബന്ധമാണ്. കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവടക്കാരൻ ഇസ്ലാമിക കച്ചവടത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, നിർബന്ധാണ്.
ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളതാണ്. ഓരോ മുസ്ലിമിന്റെ മേലിലും അറിവ് സമ്പാദിക്കൽ, അറിവ് നേടൽ നിർബന്ധമാണ്. ഓരോ മുസ്ലിങ്ങളും എല്ലാ അറിവും നേടൽ നിർബന്ധമില്ല. ഓരോ മുസ്ലിമും സകലമായ ഇൽമും സമ്പാദിക്കൽ നിർബന്ധമില്ല. താൻ ബന്ധപ്പെടുന്ന മേഖലയെക്കുറിച്ചറിയൽ നിർബന്ധമാണ്. ഹജ്ജിന്റെ നിയമം പഠിക്കൽ നല്ലതാണ്. എല്ലാ മുസ്ലിങ്ങളും ഹജ്ജിന്റെ നിയമം പഠിക്കൽ നല്ലതാണ്, പുണ്യാണ്. പക്ഷേ ഹജ്ജിന് നറുക്കെടുപ്പില് പേര് വീണു, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് പോകാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, പണം അടച്ചു, റെഡി, ഓക്കെ, അപ്പോൾ ഹജ്ജും ഉംറയും പഠിക്കൽ നിർബന്ധവും. അപ്പൊ തങ്ങൾ ബന്ധപ്പെടുന്ന മേഖലയെ കുറിച്ച് പഠിച്ചറിയൽ. ഒരു കച്ചവടക്കാരൻ, ബിസിനസ്സുകാരനാണെങ്കിൽ ആ ബിസിനസ് മേഖലയെ കുറിച്ച് പഠിച്ചറിയൽ നിർബന്ധമാണ്, ഫർളായിട്ട് മാറും. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഇസ്ലാമിക നിയമങ്ങൾ, കച്ചവട കാര്യത്തിലുള്ള ഇസ്ലാമിക നിയമങ്ങൾ പഠിച്ച എത്ര കച്ചവടക്കാരുണ്ട്? കച്ചവടത്തിന്റെ ഭൗതിക മേഖലകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, അതിന്റെ ടെക്നിക്കുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും. ഭൗതിക തലത്തിൽ എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് പഠിക്കുകയും അതിന്റെ ഡിഗ്രി മേടിക്കുകയും ചെയ്തിട്ടുണ്ടാവും. MBA പാസ്സായിട്ടുണ്ടാകും, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പാസ്സായിട്ടുണ്ടാകും. അതിന്റെ മുകളിൽ BBA എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പാസ്സായിട്ടുണ്ടാവും. കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനും കസ്റ്റമേഴ്സിനെ, ഉപഭോക്താക്കളെ പിടിച്ചിരുത്താനും വേണ്ട ടെക്നിക്കുകൾ, അതിന്റെ മനഃശാസ്ത്രം പഠിപ്പിക്കുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പോലത്തെ കോഴ്സുകളിൽ, സ്റ്റഡി ക്ലാസുകളിൽ സംബന്ധിച്ചിട്ടുണ്ടാകും. കച്ചവടത്തിലെ ആത്മീയ നിയമങ്ങൾ പഠിച്ച എത്ര പേരുണ്ട്? MBA പാസ്സായ ഒരു മുസ്ലിം കുട്ടി അല്ലെങ്കിൽ ഒരു മുസ്ലിം ഉദ്യോഗാർത്ഥി അള്ളാഹുവിന്റെ ഖുർആനും തിരുസുന്നത്തും ബിസിനസിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് അതിന്റെ ബാലപാഠം പോലും പഠിക്കുന്നുണ്ടോ? രക്ഷിതാക്കള്, മോനെ നീ വലിയ ബിസിനസ്സുകാരാൻ പോവാണ്, അതുകൊണ്ട് ഇതും കൂടെ ചിരി പഠിച്ചോ, ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ആ പഠനത്തിന്റെ, അറിവിന്റെ അഭാവം നരകക്കുഴിയിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യത കൂടുതലാണ് എന്നതാണ് പരമാർത്ഥം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായ യുഗത്തിലെ ചില ദിവസങ്ങളിൽ, ചില സമയങ്ങളിൽ കയ്യിൽ ചാട്ടവാർ ഏന്തിക്കൊണ്ട് നേരെ ചന്തയിലേക്ക് ഇറങ്ങുമായിരുന്നു. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ചാട്ടവാറും കയ്യിൽ പിടിച്ചിട്ട് മാർക്കറ്റിലേക്ക് അങ്ങോട്ട് ഇറങ്ങും. ശരീഅത്ത് നിയമം തെറ്റിച്ച് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെ കണ്ടാൽ പൊട്ടിക്കല് കൊടുക്കും. പിന്നെ വെച്ചേക്കില്ല, താമസല്ല, അപ്പ പൊട്ടിക്കും. എന്നിട്ട് പറയും, ലാ യബീഉ ഫീ സൂഖിനാ ഇല്ലാ മൻ യഫ്ഖഹു. നമ്മുടെ ഈ ചന്തയിൽ, നമ്മുടെ ഈ കമ്പോളത്തിൽ, ഈ മാർക്കറ്റിൽ ഒരുത്തനും കച്ചവടം ചെയ്യാൻ പാടില്ല, ഇല്ലാ മൻ യഫ്ഖഹു. അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകരുടെ സുന്നത്തും ബിസിനസ് കാര്യത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പഠിച്ചറിഞ്ഞ് അവഗാഹം നേടിയ ഒരുത്തനും അവഗാഹം നേടാത്ത ഒരുത്തനും ഇവിടെ കച്ചവടം ചെയ്യാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറയാറുണ്ടായിരുന്നു. ഇത് പഠിക്കൽ നല്ലതാണ് കേട്ടോ. ദുന്യാവിലേക്കും നല്ലതാണ്, ഖബറിലേക്കും നല്ലതാണ്, മഹ്ശറയിലേക്കും പരലോകത്തേക്കും ഈ വിദ്യ, കച്ചവടത്തിന്റെ ഇസ്ലാമിക വീക്ഷണം പഠിക്കൽ നല്ലതാണ്. എന്തുകൊണ്ട്? നമ്മുടെ ചിന്തയും ബുദ്ധിയും വെച്ച് നാം അളക്കുമ്പോൾ നമുക്ക് ചിലതൊക്കെ ലാഭാന്ന് തോന്നും, വാസ്തവത്തിൽ അത് തീരാ നഷ്ടമായിരിക്കും. നമ്മുടെ വീക്ഷണത്തിലും കാഴ്ചപ്പാടിലും അത് നഷ്ടാണ്, അത് ശരിയല്ല എന്ന് നമുക്ക് തോന്നിയേക്കാം, വാസ്തവത്തിൽ അത് ലാഭകരമായിരിക്കും. കാരണം ലാഭനഷ്ടങ്ങളുടെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ലാഭം വിധി നമ്മൾ കുത്തിമറിഞ്ഞിട്ട് കാര്യമുണ്ടോ കൂട്ടരെ? ഉറക്കൊഴിച്ച് ഓടിയിട്ട് കാര്യമുണ്ടോ? നിരന്തരം കഠിനാധ്വാനം ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇതൊന്ന് ക്ലിക്കാകണ്ടേ ഈ ബിസിനസ്? ഇതാരാ ക്ലിക്കാക്കി തരിക? അല്ലാഹുവാണ്.
ഈ ബിസിനസ് ക്ലിക്ക് ആയാൽ തന്നെ, നടന്നാൽ തന്നെ ലാഭം തരുന്നത് അള്ളാഹുവാണ്. ലാഭനഷ്ടങ്ങളുടെ ഉടമക്കാരനായ അള്ളാഹു പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട്. സൂറത്തുൽ ബഖറയുടെ 216 ആയത്തില് നിങ്ങൾ വിചാരിക്കുന്നിടത്തൊന്നും ആയിരിക്കൂല ലാഭം, നിങ്ങൾ വിചാരിക്കുന്നിടത്തൊന്നും ആയിരിക്കൂല നഷ്ടം. ഗുണവും ദോഷവും നന്മയും തിന്മയും കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്കറിയൂല, അള്ളാഹുവിനറിയാം. പടച്ച തമ്പുരാൻ അത് അള്ളാഹു വളരെ കൃത്യമായിട്ട് അള്ളാഹു നമുക്ക് പറഞ്ഞു തരാണ്. വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വഅസാ അൻ തക്റഹു ശൈഅൻ. ചില കാര്യമൊക്കെ നിങ്ങൾ വെറുക്കും. ഈ വയല് കേൾക്കാൻ തന്നെ അത്ര ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. മൊയ്ലിയേര് പറഞ്ഞ മാതിരി ഇപ്പൊ പഠിച്ച് കച്ചവടം ചെയ്താല് കഴിഞ്ഞ ആഴ്ച മൊയ്ലിയേര് പറഞ്ഞ പോലെ ആകും കച്ചവടം, അത് നിർത്തേണ്ടി വരും. അത് കേട്ടിട്ടൊന്നും ഇപ്പൊ നടപടിയുള്ള കേസല്ല. ഇബിലീസും വന്നിട്ട് മന്ത്രിക്കും, മൊയ്ലിയേര് പറഞ്ഞോട്ടെ, അയാൾ അത്താഴപ്പട്ടിണി മാറ്റാൻ ഒരു തൊഴില്, നീ ഉറങ്ങിക്കോ, നീ കണ്ട പോലെ ചെയ്തോ, ഉറക്കും. നിങ്ങൾക്കിത് കേൾക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല, നേച്ചർ സമ്മതിക്കൂല, ഇബിലീസ് സമ്മതിക്കൂല. വഅസാ അൻ തക്റഹു ശൈആ, ചില കാര്യങ്ങൾ നിങ്ങൾ വെറുക്കും, നിങ്ങൾ മോശമായി കാണും, നഷ്ടമായി കാണും. വഹുവ ഖൈറുൽ ലക്കും, യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ നിങ്ങൾക്കത് ഗുണകരമാകും. വഅസാ അൻ തുഹിബ്ബു ശൈആ, പല കാര്യങ്ങളും നിങ്ങൾ ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് താല്പര്യമായിരിക്കും, നിങ്ങളത് ലാഭമായി കാണും, നിങ്ങളത് നേട്ടമായി കാണും. വഹുവ ശർറുൽ ലക്കും, വാസ്തവത്തിൽ അത് നിങ്ങൾക്ക് തിരിച്ചടിയായിരിക്കും, നാശമായിരിക്കും, ശർറായിരിക്കും. എന്നിട്ട് അല്ലാഹു പറയുന്നു, വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അള്ളാഹുവിനാണ് കാര്യങ്ങളുടെ യാഥാർത്ഥ്യം അറിയുക. വ അൻതും ലാ തഅലമൂൻ, മക്കളെ നിങ്ങൾക്ക് കാര്യങ്ങളുടെ ഉൾക്കള്ളി അറിയില്ല, അനന്തരഫലം അറിയില്ല. ത്രികാലജ്ഞാനിയായ, ഭാവിയും ഭൂതവും വർത്തമാനവും അറിയുന്ന അള്ളാഹുവിനാണ് നിങ്ങളുടെ നന്മ എന്താണെന്നറിയാ, നിങ്ങളുടെ തിന്മ എന്താണെന്നറിയാ. നിങ്ങൾക്കത് അറിയാൻ പറ്റൂല. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞതുപോലെ നിന്നോ. ത്രികാലജ്ഞാനിയായ, എല്ലാത്തിന്റെയും ഉൾക്കള്ളി അറിയുന്ന യജമാനനായ, കരുണാവാരിധിയായ അള്ളാഹു പറഞ്ഞതിനനുസരിച്ച് നിങ്ങൾ കച്ചവടം ചെയ്തോ, നിങ്ങൾ ഇടപാടുകൾ ചെയ്തോ, നിങ്ങൾ ഒരിക്കലും അപകടത്തിന്റെയും നഷ്ടത്തിന്റെയും പടുകുഴിയിൽ നിങ്ങൾ വീണുപോകൂല. തൽക്കാലൊരു നഷ്ടം വന്നാലോ അത് നിങ്ങൾക്ക് ആത്യന്തികമായ ലാഭമായിരിക്കും സമ്മാനിക്കുക. ഇതിൽ മർമ്മപ്രധാനമായ പോയിന്റാണ് ഇനി പറയാൻ പോകുന്നത്. ഓരോ കച്ചവടക്കാരും, ഓരോ ഇടപാടുകാരും, തൊഴിലാളികളും മനസ്സിലാക്കേണ്ട നമ്പർ 1, ഒന്നാമത്തെ പാഠം, 1ാം ക്ലാസ്. ഇതാണ് പാസ്സായാലേ പിന്നെ 2ക്ക് പോകേണ്ടതുള്ളൂ. എന്താണത്? മർമ്മപ്രധാനമായ കാര്യം സത്യസന്ധത തന്നെ. നേര് പറയാ, ഉള്ളത് പറയാ, എന്നിട്ട് നടക്കുന്ന കച്ചവടം നടക്കുക. ഇതാണ് 1. സത്യസന്ധത. സത്യം ഏത്, കളവ് ഏത് നമുക്കറിയാലോ. അത് ആരും പറഞ്ഞു തരണ്ടല്ലോ, ഏതാണ് ഈ സത്യം, ഏതാണ് കളവ് എന്നുള്ളത്. അത് ആരും പഠിപ്പിച്ചു തരണ്ട. അതുണ്ടോ, അതുള്ളവർക്കാണ് ബറക്കത്ത് ഉണ്ടാവുള്ളൂ. ബറക്കത്ത് എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള അഭിവൃദ്ധി, പടച്ചോന്റെ ഇടപെടൽ കൊണ്ടുണ്ടാകുന്ന വളർച്ച, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ആരോഗ്യവും മനസ്സമാധാനവും, അതാണ് ബറക്കത്ത്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ സുശക്തമായ ഹദീസ്, ഒരു നബി വചനം. എല്ലാവരും കേൾക്കുക, മനസ്സ് തുറന്ന് കേൾക്കുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബയ്യാനി ബിൽ ഖിയാർ മാ ലം യതഫറഖാ. വിൽക്കുന്നവനും വാങ്ങുന്നവനും ഇഷ്ടം പോലെ ചെയ്യാം. മാലം യതഫറഖ, സഭ പിരിയും മുമ്പ്. കച്ചവടത്തിന്റെ നിയമമൊക്കെ റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടുണ്ട്.
ഉളൂന്റെ മസാലയും കുളിന്റെ മസാലയും നിസ്കാരം നോമ്പും ഹജ്ജും മാത്രല്ല സക്കാത്തും മാത്രല്ല. എങ്ങനെ കച്ചവടം ചെയ്യണം? വിൽക്കുന്നവനും വാങ്ങുന്നവനും എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം? അൽ ബയ്യാനി, വിൽക്കുന്നവനും വാങ്ങുന്നവനും ബിൽ ഖിയാർ, ഇഷ്ടം പോലെ ചെയ്യാ. കച്ചവടത്തിൽ ഉറച്ചു നിൽക്കാം, അല്ലെങ്കിൽ കച്ചവടം വേണ്ടെന്ന് വെക്കാം. എപ്പോൾ? മാലം യതഫറഖ, രണ്ടുപേരും കച്ചവടം ചെയ്ത ആ പ്ലേസ്, ആ സ്ഥലം വിട്ടുപിരിയുന്നതിന്റെ മുമ്പ്. എന്ന് വെച്ചാൽ വന്നു, ആവശ്യക്കാരൻ ചരക്ക് നോക്കാൻ വന്നു, കണ്ടു. വിൽക്കുന്ന ആളും കളത്തിലിറങ്ങി, രണ്ടാളും സംസാരിച്ചു. വിൽക്കാനുള്ള ആള് ചരക്കിന്റെ അവസ്ഥയൊക്കെ പറഞ്ഞു, വിലയും പറഞ്ഞു. മേടിക്കാൻ വന്ന ആളതൊക്കെ നോക്കി. എന്നാ നമുക്കണ്ട് തീരുമാനിച്ചാലോ എന്ന് പറഞ്ഞു നിന്നപ്പോൾ ഒരു ഫോണ് വന്നിട്ട് പറഞ്ഞു, അത് എടുക്കണ്ട, ആ സ്ഥലം അത്ര കൊള്ളൂല, അവിടെ കുറച്ച് വെള്ളക്കുറവുണ്ട് എന്നാ കേട്ടത് എന്ന് ഒരു ബന്ധു വിളിച്ചു പറയാ. അപ്പൊ ഇയാള് പറഞ്ഞു, എനിക്ക് വേണ്ട. അതെന്തുട്ടാടാ വാടാ, ഇത് വന്ന് കണ്ട് എന്നെ ഇവിടെ ഇറക്കി എന്റെ സമയം മെനക്കെടുത്തി, നീ വേണ്ടാന്ന് പറയുന്നത് അതെന്താടാ വാടാ? പറയാൻ പാടില്ല. കാരണം വിൽക്കുന്നവനും വാങ്ങുന്നവനും കച്ചവടത്തിൽ ഉറച്ചു നിൽക്കാനും കച്ചവടം വേണ്ടെന്ന് വെക്കാനും ആ സഭയിൽ വെച്ച് എന്തുണ്ട്? അവകാശമുണ്ട്. കച്ചവടമൊക്കെ പറഞ്ഞ അഡ്വാൻസും ടോക്കണൊക്കെ കൊടുത്ത് പിരിഞ്ഞു പോയിട്ട് പിന്നെ വേണ്ടാന്ന് പറയുന്നത്, അകാരണമായി വേണ്ടാന്ന് പറയുന്നത് പാടില്ലാത്ത കാര്യമാണ്. അൽ ബയ്യാനി, വിൽക്കുന്നവനും വാങ്ങുന്നവനും ബിൽ ഖിയാർ, ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. മാലം യതഫറഖ, ആ മജ്ലിസ് വിട്ടുപോകാത്ത സമയത്തോളം, കച്ചവടം നടക്കുന്ന സഭ പിരിയാത്ത സമയത്തോളം അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാം. തുടർന്ന് റസൂലുള്ളാഹി പറയുന്നു, ഫഇൻ സദഖാ വബയ്യനാ, വിൽക്കുന്നവനും വാങ്ങുന്നവനും സത്യം പറഞ്ഞു, നേര് പറഞ്ഞു. വബയ്യന, രണ്ടുപേരും ചരക്കിനെ കുറിച്ചും വിലയെക്കുറിച്ചും വിവരിച്ചിടത്ത് കൃത്യമായും സ്പഷ്ടമായും യാഥാർത്ഥ്യം വിവരിച്ചു. ഈ വണ്ടിക്ക് ചെറിയൊരു അടി കൊണ്ടിട്ടുണ്ട് ബാക്കില്. സംഗതി മൂവാറ്റുപുഴയില് അടി കൊണ്ട വണ്ടി അടി കൊള്ളാത്ത പോലെ സീലിങ്ങും പേസ്റ്റൊക്കെ വെക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചതാണ്. എന്നാലും അടി കൊണ്ടിട്ടുണ്ട്. അടി എന്തായിട്ടുണ്ട്? കൊണ്ടിട്ടുണ്ട്. ബാക്ക് ഒരു അടി കൊണ്ടിട്ടുണ്ട്. ഇതിന്റെ വില എത്ര? ഇതിന് ഇത്ര വില ഉണ്ടോ? എന്നാ നീ ഷോറൂം കണ്ടീഷനുള്ള വണ്ടി പോയി മേടിച്ചോ, 10 ലക്ഷം കൊടുത്ത്. ഇതിനാകെ 2.5 ചോദിക്കണത്. അത് തരാൻ പറ്റുമെങ്കിൽ തന്നാ മതി. സംഗതി അടി കൊണ്ടിട്ടുണ്ട്. ആട് തുറന്നു പറയാ. നോണ എന്തിനാ പറയുന്നത്? എല്ലാ തട്ടിപ്പും വെട്ടിപ്പും നടത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ വൈകൃതങ്ങളും വൈകല്യങ്ങളും മൂടി വെക്കാനുള്ള മുസ്ലിയാരെന്തിനാ ഈ വണ്ടി കച്ചവടക്കാരൻ വെക്കട്ടെ എന്നെ കയറേണ്ടത്? ഞാൻ പിന്നെ ഉഗാണ്ടയിലുള്ള അസുഖത്തിന് ഇവിടെ മരുന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉഗാണ്ടയിലൊരു അസുഖമുണ്ട്, അതിന് ഇവിടെ മരുന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടത്തെ സംഭവമല്ലേ കൂട്ടരെ പറയണ്ടേ? നിങ്ങളെ അടച്ചാക്ഷേപിക്കാനോ നിങ്ങളെ വ്യക്തിഹത്യ നടത്താനോ ഒന്നുമല്ല. നമുക്ക് ഈ ഇടപാട് സ്വർഗത്തിന്റെ ഒരു അമലാക്കണ്ടേ, ഇതിന് കൂലിട്ടുന്നൊരു പണിയാക്കണ്ടേ? അതിനാണ് ഈ തൊണ്ട ഡ്രൈ ആക്കുന്നത്. വേറൊന്നും ഉണ്ടായിട്ടല്ല, ആരോട് വിരോധം ഉണ്ടായിട്ടല്ല. ഒരാളെങ്കിലും ഈ നിയമം പഠിച്ച് പ്രവർത്തിച്ചാല് ആ കൂലിന്ന് ഒരു പങ്ക് ഈ സാധുവിനും കിട്ടും. 1-ാം തീയതി ശമ്പളം മാത്രമല്ല. അതാണ് എന്റെ പ്രധാന അജണ്ട. നിങ്ങൾ ഒരാൾ ഈ നിയമം പഠിച്ച് ആ റൂട്ടിന് പോയാല് അതിന്റെ പ്രതിഫലം നമുക്കൊക്കെ കിട്ടും. നിങ്ങൾ ഈ കേട്ടിരിക്കുന്നവർക്കൊക്കെ കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫഇൻ സദഖ, രണ്ടുപേരും സത്യം പറഞ്ഞു. വബയ്യന, രണ്ടുപേരും ചരക്കിന്റെയും വിലയുടെയും കാര്യം വിശദീകരിച്ചപ്പോൾ നേരായ കാര്യം മാത്രം പറഞ്ഞ് ആ കച്ചവടം നടന്നാൽ ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ, വിറ്റവനും വാങ്ങിയവനും ബറക്കത്തുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാങ്ങുന്നവനിപ്പോ എന്താ നേര് പറയാൻ? പൈസ എണ്ണി കൊടുത്തപ്പോ ഇടയിൽ 2 500ന്റെ കള്ളനോട്ട് തിരികി. അത് കള്ളത്തരാൻ. വാങ്ങുന്നവനും തട്ടിപ്പടത്താൻ പറ്റും. രണ്ടുപേരും നേര് പറയാ, രണ്ടുപേരും സത്യസന്ധത പാലിക്കുക. അങ്ങനെ ആ കച്ചവടം നടന്നാൽ ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ, ഈ നടന്ന കച്ചവടത്തിൽ വിറ്റവന് ബറക്കത്തുണ്ട്, വാങ്ങിയവനും ബറക്കത്തുണ്ട്. വിറ്റവൻ ആ പൈസ ബറക്കത്തുണ്ടാവും. അത് അൽഹംദുലില്ലാ റാഹത്താവും. ആ പണം അതിന് കിട്ടിയ ലാഭവും റാഹത്താവും. മേടിച്ചുകൊണ്ടോയന് അത് വീടായാലും വണ്ടിയായാലും സ്ഥലമായാലും ബറക്കത്തുണ്ടാവും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് തുടർന്ന് പറയുന്നു, വഇൻ കദബാ, ഒരു 5000 കേറ്റിക്കിട്ടാൻ വേണ്ടിയിട്ട് സ്വാലിഹായ ചെറിയ കുഞ്ഞു നുണ പറഞ്ഞു. വഇൻ കദബാ, നുണ പറഞ്ഞു, കളവ് പറഞ്ഞു. വകതമ, നേരും പറഞ്ഞില്ല നുണയും പറഞ്ഞില്ല.
അങ്ങനെ ഉണ്ടല്ലോ. വക്കത്തമ എന്ന് പറഞ്ഞാൽ എന്താ? മൂടി വെച്ചു. അടി കൊണ്ടൂന്ന്, ഇടി കൊണ്ടൂന്നും പറഞ്ഞില്ല, ഇടി കൊണ്ടില്ല എന്നും പറഞ്ഞില്ല. നുണ പറയാൻ പാടില്ല എന്ന് ഉസ്താദ് പറഞ്ഞ സ്ഥിതിക്ക് നുണ അറിയണ്ട, എന്നാ നേര് പറയാ. അത് പറയാതെ പൂഴ്ത്തി വെച്ചു, അറിഞ്ഞിട്ട്. വക്കത്തമ പൂഴ്ത്തി വെച്ചു, വൈകല്യം മറച്ചു വെച്ചു. എങ്കിൽ മുഹിഖത്ത് ബറക്കത്തു ബൈഇഹിമാ, വിറ്റവനും വാങ്ങിയവനുമുള്ള അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സപ്പോർട്ട്, അനുഗ്രഹം അള്ളാഹു ഡിലീറ്റ് ചെയ്യുന്നതാണ്. അള്ളാഹു ആ കച്ചവടത്തിലെ ബറക്കത്ത് എടുത്തു മാറ്റുന്നതാണ്. കച്ചവടം അങ്ങനെ ചെയ്യുന്നുണ്ട്, പൈസ അങ്ങനെ വരുന്നുണ്ട്, ഒരു സമാധാനമില്ല, സ്വസ്ഥതയില്ല. അള്ളാഹ് ബറക്കത്ത് എടുത്ത് കളഞ്ഞാ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാല്ല. കിട്ടിയത് ഒരു വസ്തുവിൽ കിട്ടിയത് തുച്ഛായ ലാഭമാണ്. ഒത്തിരി ബിസിനസ് നടന്നിട്ട് ഒത്തിരി ലാഭം കിട്ടും. ആ കിട്ടിയ ലാഭത്തിൽ തന്നെ അള്ളാഹ് ബർക്കത്തിട്ട് തരും. അപ്പോ കളവ് പറഞ്ഞു, കളവ് പറഞ്ഞില്ല, വക്കത്തമ മറച്ചു വെച്ചു, പൂഴ്ത്തി വെച്ചു. ഏത് സാധനത്തിന്റെ ചരക്കിന്റെ കുറവുകൾ മറച്ചു വെച്ചാൽ മുഹിഖത്ത് ബറക്കത്തു ബൈഇഹിമാ, രണ്ടുപേർക്കും അതുകൊണ്ടൊരു ബറക്കത്തും കിട്ടൂല. അപ്പോ പാഠം 1 സത്യസന്ധത, പാഠം 1 നേരും നിറയും. ഇതുകൊണ്ടേ സ്ഥായിയായ ലാഭം ഉണ്ടാവുള്ളൂ, നിലനിൽക്കുന്ന ലാഭം ഉണ്ടാവുള്ളൂ, അനുഗ്രഹീതമായ കച്ചവടാവുള്ളൂ. ഈ നേരും നെറിയിലാണത്. ഈ നേരും നെറിയും മുസ്ലിങ്ങളോട് മാത്രം പോരാ, സൽവൃത്തരോടും സജ്ജനങ്ങളോടും മാത്രം കാണിച്ചാ പോരാ. അവൻ അച്ചായനാ, അവന് ഹിന്ദുവാ, അവൻ കള്ളുടിയനാ, കസ്റ്റമർ നോക്കിയിട്ട് ഇടപാട്. കുറച്ച് ദീനിയായ ആള് വരുമ്പോ, അയാളോട് ഉസ്താദൊക്കെ വരുമ്പോ പിന്നെ ആ കച്ചവട നേർക്ക് നേരെ ആകണ്ടേ. കള്ളുടിയാൻ വന്നാലോ വേറൊരു വിലയും വേറൊരു രീതിയാണ്, മറ്റു മതസ്ഥര് വന്നാൽ വേറൊരു രീതിയും വേറൊരു റൂട്ടുമാണ്. ഇത് പാടില്ല. യഥാർത്ഥ മുസ്ലിമാണോ മുഅ്മിനാണോ എല്ലാവരോടും കച്ചവടത്തിൽ ഇടപാടുകളിൽ സത്യസന്ധത കാണിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ യഥാർത്ഥ മുഅ്മിൻ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ നേര് എല്ലാവരോടും നേര് കാണിക്കണം, എല്ലാവരോടും സത്യസന്ധനായിരിക്കണമെന്ന് ഒരു യഥാർത്ഥ മുസൽമാൻ അറിയാ. മഹ്ശറ വൻസബയില് അള്ളാഹുവിന്റെ കോടതി വിളിച്ചുകൂട്ടിയാൽ, മാനവ മക്കളെ അള്ളാഹു വിചാരണയ്ക്ക് വേണ്ടി വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ കോടതി സംഗമിച്ചാൽ ആദ്യമായി അള്ളാഹു നടത്തുന്ന പ്രഖ്യാപനം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഇമാം ബുഖാരി റഹിമഹുല്ല അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹ്ശറയില് പടച്ചതമ്പുരാന്റെ കോടതി വിളിച്ചു ചേർത്തിട്ട് ആദ്യമായിട്ട് അള്ളാഹുവിന്റെ പ്രഖ്യാപനം എന്താണത്? അനൽ മലിക് അനദ്ദയ്യാൻ, അനൽ മലിക്, ഞാനാണ് രാജാവ്, ഞാനാണ് അധികാരി. ഇന്നത്തെ അധികാരി ഞാൻ മാത്രം. ദുന്യാവിൽ ഞാൻ ചില അധികാരികളെ നിയോഗിച്ചിരുന്നു. പരമാധികാരി ദുന്യാവിലും ഞാനായിരുന്നെങ്കിലും എന്റെ അധികാരം പലർക്കും ഞാൻ കൊടുത്തിരുന്നു. ഈ 4-ാം തീയതി ഏത് അധികാരിയാണ് ഇന്ത്യ രാജ്യത്ത് വരിക എന്ന് നമുക്ക് നോക്കാം. അതാരാണ് വന്നെങ്കിൽ അള്ളാഹ് കൊടുക്കാൻ തീരുമാനിച്ചാൽ അവർക്ക് കിട്ടും. ഇന്ത്യ മുന്നണിക്കാണെങ്കിൽ ഇന്ത്യ മുന്നണി വരും. നിലവിലുള്ള ഭരണാധികാരി 10 കൊല്ലം ഭരിച്ചിട്ട് മുസ്ലിം ഉമ്മത്ത് പാഠമൊന്നും കാര്യമായിട്ട് പഠിച്ചിട്ടില്ല എന്ന് അള്ളാഹു അറിഞ്ഞ് ഒന്നുകൂടെ ആ പഹയനെ ഇരുത്താൻ തീരുമാനിച്ചാൽ അത് വരും. കാരണം മാലിക്കുൽ മുലൂക്, എല്ലാ രാജാധികാരികളുടെയും രാജാവായ അള്ളാഹു തീരുമാനിക്കുന്നവർക്ക് അധികാരം ദുന്യാവിൽ കൊടുക്കും. അപ്പൊ 4-ാം തീയതി ആര് വരണമെന്ന് വോട്ടർമാര് മാത്രമല്ല തീരുമാനിക്കുക, അള്ളാഹ് തീരുമാനിക്കും. ആരും ബേജാറാകൊന്നും വേണ്ട, അള്ളാഹ് തീരുമാനിച്ച് വന്നോട്ടെ. കുറച്ചും കൂടിയൊക്കെ ഈ ഉമ്മത്ത് പഠിക്കാണ്ട്. ഈ പുകലും പൊല്ലാപ്പും ഒക്കെ വന്നിട്ടും തമ്മീ തല്ലിനൊരു കുറവില്ലല്ലോ. സംഘടനാ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, മതസംഘടനാ രംഗത്ത് തലേകെട്ടും കെട്ടിയിട്ട് തല്ലാണ്. ഒന്ന് ആലോചിച്ചു, കുറച്ചുകൂടെ പഠിക്കാണ്ടെന്നാ തോന്നണേ, ആയിട്ടില്ല. ഞാൻ പിന്നെ മൂടി തന്നെ വരണ്ടെന്ന് പറഞ്ഞു, അങ്ങനെയൊന്നും മനസ്സിലാക്കണ്ട. അള്ളാഹു തീരുമാനിക്കും, ഹക്കീമായ അള്ളാഹു തീരുമാനിക്കും 4-ാം തീയതി റിസൾട്ട് എങ്ങനെ വരണമെന്ന്. ഇവിടെ അങ്ങനെയാണ്. എന്നാൽ അന്ന് അനൽ മലിക്, ഞാനാണ് ഇന്നത്തെ രാജ. ഇന്ന് ഒരു രാജാവും ഇല്ല, ഇന്നൊരു മുഖ്യമന്ത്രി ഇല്ല, പ്രധാനമന്ത്രി ഇല്ല. അനൽ മലിക്, ഞാനാണ് രാജാവ്. അനദ്ദയ്യാൻ, വിചാരണ നടത്തുന്ന ന്യായാധിപൻ ഇന്നു ഞാൻ മാത്രമാണ്.
സുപ്രീം കോടതി, സുപ്രീം കോമഡി എന്നൊക്കെ ചിലർ കളിയാക്കാറുണ്ടല്ലോ. ഈ കോടതി, അള്ളാന്റെ കോടതി കോമഡി ആവൂല, അത് വിധിയാണ്. ഇന്ന് വിധി പറയുന്ന ന്യായാധിപൻ ഞാൻ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമായി പറയട്ടെ, കോടതി തുടങ്ങുമ്പോ അള്ളാഹുവിന്റെ പ്രഖ്യാപനം, ഞാനാണ് ഇന്നത്തെ അധികാരി, ഞാനാണ് ഇന്നത്തെ ജഡ്ജി. എല്ലാരും കേട്ടോളൂ. ലാ യംബഗി ലി അഹദിൻ മിൻ അഹ്ലിൽ ജന്ന അൻ യദ്ഖുലൽ ജന്ന വ അഹദും മിൻ അഹ്ലിൻ നാർ യത്ലുബുഹു ബിമദ്ലമത്തിൻ. ഇതാണ് അല്ലാഹുവിന്റെ പ്രസ്താവന. ലാ യംബഗി ലി അഹദിൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായ ഒരു വ്യക്തി. ഷഹാദത്ത് കലിമ ഓക്കെയാണ്, ശിർക്കൊന്നുമില്ലാത്ത ഷഹാദത്ത് കലിമണ്ട്. 2 നിസ്കാരം 5 നേരം നിസ്കരിച്ചിട്ടുണ്ട്, ഇടക്ക് ഉറങ്ങിപ്പോയത് ഖളാ വീട്ടിയിട്ടുണ്ട്, നോമ്പ് 30 ഉണ്ട്, സുന്നത്തും ഉണ്ട്, പിന്നെ സക്കാത്ത് കൊടുത്തിട്ടുണ്ട് 2.5% പുറമ്പ് സ്വതക്ക കൊടുത്തിട്ടുണ്ട്, ഹജ്ജ് ഉംറയും ചെയ്തിട്ടുണ്ട്. 5 ഇസ്ലാമിന്റെ 5 കാര്യം ഓക്കെ. ഇയാൾക്ക് സ്വർഗല്ലേ? ഇയാൾക്ക് സ്വർഗാണ്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് റെഡിയാണ്. പക്ഷേ നരകം വിധിക്കപ്പെട്ട ഒരു വ്യക്തി, തോമാച്ചായൻ, കൃഷ്ണൻകുട്ടി, യുക്തിവാദിയായ ജബ്ബാർ മാഷുണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നു. എന്തിന്? ഈ മമ്മാലിനെ പിടികൂടാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഈ 5 കാര്യങ്ങളിലും കൃത്യമായ ആളാണ്. ഷഹാദത്ത് കലിമ തൗഹീദിൽ ക്ലിയറാണ്, നിസ്കാരം ക്ലിയറാണ്, നോമ്പും സക്കാത്തും ഹജ്ജും ക്ലിയറായി, സ്വർഗത്തിലേക്ക് ഓക്കെ ആയ ആള്, പാസ്സായ ആള്. ആ പാസ്സായ ആള് കാത്തുകെട്ടി കിടക്കുന്നുണ്ട്. തോമച്ചായൻ, കൃഷ്ണൻകുട്ടി, യുക്തിവാദിയായ ജബ്ബാർ മാഷൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എന്താ അവര് പറയുന്നത്? യത്ലുബുഹു ബിമദ്ലമത്തിൻ. ഒരു കച്ചവടം ചെയ്തപ്പോ ചരക്കില് ചതി നടത്തിയിട്ടുണ്ട്, ഒരു ഭൂമി കച്ചവടം ചെയ്തപ്പോ അളവിൽ കൃത്രിമം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വിലയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, വാക്യ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, ഇടപാടിൽ ചതിച്ചിട്ടുണ്ട് എന്ന് പരാതി ബോധിപ്പിക്കാൻ നരകത്തിലേക്ക് പോകാനിരിക്കുന്ന ഈ ഗ്രൂപ്പ് വഴിയിൽ വന്ന് അള്ളാഹുവിനോട് പരാതി പറയാൻ. പഠിച്ചോനെ, ഇയാളെ നീ സ്വർഗത്തിലേക്ക് വിടുകയാണോ? സംഗതി 5 കാര്യമൊക്കെ ഓക്കെ ആയിരിക്കും, പക്ഷെ എന്നെ പറ്റിച്ചിട്ടുണ്ട്, ഞാൻ നരകത്ത് പോകാനുള്ള ആളാണ്, എന്നെ പറ്റിച്ചിട്ടുണ്ട്. അള്ളാഹു പറയും, ഇതിന് തീർപ്പുണ്ടാക്കിയിട്ട് പോയാ മതി. മഅദല്ലാ, നരകത്തിലേക്ക് പോകാനിരിക്കുന്ന മുശ്രിക്കാകട്ടെ, കാഫിറാകട്ടെ, ഫാസിഖാകട്ടെ, അവനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ പറ്റിപ്പിന് സമാധാനം പറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് പോയാൽ മതി എന്ന് അള്ളാഹു ആദ്യമായി പറയാൻ. എങ്ങനെ ഇതിന് പരിഹാരം ഉണ്ടാക്കുക? ഇവന്റെ നന്മ എടുത്താണ്ട് കൊടുക്കേണ്ടി വരും. ഈ നന്മ എടുത്ത് കൊടുക്കുമ്പോൾ തിന്മക്ക് മുൻതൂക്കായി നന്മയ്ക്ക് തൂക്കത്തിന് കുറവ് വന്നാൽ അപകടമായി, അവരെ കൂടെ അങ്ങ് നരകത്തിലേക്ക് പോകേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത് അപകടമുള്ള കാര്യമാണ്. മുഅ്മിനീങ്ങളെ, കച്ചവടത്തിന്റെ നേരും നെറിയും സത്യസന്ധതയും അറിയാൻ കൂടുതൽ കിതാബ് ഓതേണ്ട കാര്യമില്ല. നിങ്ങളൊക്കെ കച്ചവടക്കാരാണ്, ഏറെക്കുറെ ആളുകൾ. അതിലെ സത്യസന്ധതയും നേരും നെറിയും അറിയാൻ കൂടുതൽ കിതാബ് പഠിക്കേണ്ട ആവശ്യമില്ല, കൂടുതൽ വഴലോ പ്രഭാഷണങ്ങളോ കേൾക്കേണ്ട ആവശ്യമില്ല, പണ്ഡിതന്മാരോട് ഖാലിമാരോട് ഫത്വ ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെന്താ ചെയ്യാ? മനസ്സാക്ഷിയോട് ചോദിക്കുക. ഇതെല്ലാവരും ശ്രദ്ധിക്കണേ, ഇതൊരു വലിയ പോയിന്റാണ് ഈ പറയുന്നത്. ബിസിനസ്സിൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മനസ്സാക്ഷിയുടെ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, ഫത്വയുടെ അടിസ്ഥാനത്തിലല്ല. ഫത്വ ഇപ്പൊ എങ്ങനെയും കിട്ടും. ഇന്നിപ്പോ എന്തൊക്കെ കച്ചവടമുണ്ട്? ഓൺലൈനും ഓഫ്ലൈനും ആയിട്ട് പല കച്ചവടമുണ്ട്. ഈ ഓൺലൈൻ ബിസിനസിനെ കുറിച്ചൊക്കെ പലരും എന്നോട് തന്നെ ഫത്വ ചോദിച്ചു വന്നാൽ ഞാൻ ഇരുന്നിട്ട് കറങ്ങും. കാരണം നമുക്ക് പരിചയമുള്ള മേഖലയല്ല. മാത്രമല്ല, ഈ വ്യക്തി വന്നിട്ട് ഓൺലൈൻ ബിസിനസിനെ കുറിച്ച് പറഞ്ഞു തരുന്ന ഭാഗം ഒക്കെ ആയിരിക്കും, അങ്ങോട്ട് പറഞ്ഞതൊക്കെ ആയിരിക്കും, കേട്ട ഭാഗം ഒക്കെ ആയിരിക്കും, പക്ഷെ അതിന്റെ അപ്പുറത്ത് ചതിയും ചൂഷണവും ഉണ്ടാവും. നമുക്കറിയാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യാ? ഈ ബിസിനസ് ചെയ്യുന്ന വ്യക്തി, അതിൽ ഇടപെടുന്ന വ്യക്തി അനുഭവിക്കുമ്പോൾ മനസ്സാക്ഷി കുത്തുവരുന്നുണ്ടോ? മുസ്ലിയാരെ ഓക്കെ എന്ന് ഫത്വ തന്നിട്ടുണ്ടെങ്കിലും ഒരു ഖാലി, ഒരു പണ്ഡിതൻ ആ ബിസിനസ് ഹലാലാണ്, തെറ്റില്ല എന്ന് ഫത്വ തന്നിട്ടുണ്ടെങ്കിലും നിന്റെ മനസ്സാക്ഷിയുടെ അംഗീകാരമില്ലെങ്കിൽ ആ ബിസിനസ് നീ നിർത്തണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കണ്ടോ? ഏത് കച്ചവടം ചെയ്യുകയാണെങ്കിലും മനസ്സാക്ഷിയുടെ അംഗീകാരം, മനസ്സാക്ഷി കുത്തുണ്ടോ ആ ഇടപാടിന് പോകരുത്. ഫത്വ എന്തിനും കിട്ടും, ഏതിനും കിട്ടും. സ്വഹാബി വര്യനായ വാബിസാ റളിയല്ലാഹു അൻഹു മുത്ത് റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇടപാടുകളിലെ നേരും നെറിയും സത്യവും അസത്യവും നന്മയും തിന്മയും പലപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ ആവുകയാണ്. അതുകൊണ്ട് തങ്ങൾ എനിക്ക് നേരും നെറിയും
ശരിയും തെറ്റൊന്ന് പറഞ്ഞു തരണം, കോമൺ ആയിട്ടൊരു വിവരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തെ അടുത്തേക്ക് വിളിപ്പിച്ചു. വാബിസ, നിങ്ങൾ നേരും കുഴപ്പവും സത്യവും അസത്യവും അതുപോലെ തന്നെ ശരിയും തെറ്റും ഇടപാടിലടക്കം ചോദിക്കാനാണോ വന്നത്? യാ റസൂലല്ലാഹ്, നഅം, അതെന്നെ. അപ്പോ തങ്ങളാ കൈപ്പത്തി ഒന്ന് ചേർത്ത് പിടിച്ച് എന്റെ നെഞ്ചത്തൊന്ന് കൊട്ടിയിട്ട് പറഞ്ഞു, യാ വാബിസ, ഇസ്തഫ്തി ഖൽബക വസ്തഫ്തി നഫ്സക. നീ പള്ളിയിൽ ഉസ്താദിന്റെ അടുത്തോ എന്റെ അടുത്തോ ഫത്വ ചോദിച്ചു വരികയല്ല വേണ്ടത്. ഇസ്തഫ്തി ഖൽബക, നിന്റെ ഹൃദയത്തോട് നീ മതവിധി ചോദിക്കുക. വസ്തഫ്തി നഫ്സക, നിന്റെ മനസ്സാക്ഷിയോട് നീ ചോദിക്കുക. ഞാൻ അങ്ങനെ ഒരു ഇടപാടിന് പോവാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അവിടെ മനസ്സാക്ഷിയുടെ അംഗീകാരം അനുകൂലമാണെങ്കിൽ നീ ആ കച്ചവടം ഇടപാട് ചെയ്തോ. അതിന്റെ ഓപ്പോസിറ്റ് നിനക്ക് ഫത്വ കിട്ടിയാലും മതപണ്ഡിതൻ ഓക്കെ, ഈ ബിസിനസ് ഓക്കെയാണ്, കുഴപ്പമില്ല എന്ന് ഫത്വ തന്നു, മനസ്സാക്ഷി കുത്തുണ്ടെങ്കിൽ നീ ആ വഴിക്ക് പോകാൻ പാടില്ല. വാബിസ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങനെ തന്നെയാണ്. മനസ്സ് പറയും പോലെ അല്ലട്ടോ, മനസ്സ് എപ്പോഴും മോശത്തര പറഞ്ഞു തരാ. മനസ്സും മനസ്സാക്ഷിയും രണ്ടാണ്, ബോധവും മനസ്സും രണ്ടാണ്. മനസ്സെപ്പോഴും ദുഷിച്ചതേ പറയുള്ളൂ, തട്ടിപ്പും വെട്ടിപ്പും ചതിയും പൂഴ്ത്തിവെപ്പും ഒക്കെ മനസ്സ് പറയുള്ളൂ. മനസ്സാക്ഷി എന്ന് പറയുന്ന വേറൊരു സാധനമുണ്ട്. മനസ്സിനെ ഭരിക്കുന്നത് ചെകുത്താന്മാരാ, മനസ്സാക്ഷിയെ ബോധത്തെ നയിക്കുന്നത് മലക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, വാഇദുല്ലാഹി ഫീ ഖൽബി കുല്ലി മുഅ്മിനിൻ, ഓരോ മുഅ്മിനിന്റെയും ഹൃദയാന്തരാളങ്ങളിൽ ഒരു മലക്കിരുന്ന് വഅദ് പറയുന്നുണ്ട്. നമ്മൾ എന്തോ അരുതായ്മ ചെയ്താൽ ഒരു ഉൾവിളി വരൂലേ, ഞാൻ ആ ചെയ്തത് തെറ്റായി പോയി എന്നുള്ള ഉൾവിളി, അത് മലക്കിന്റെ വഅദാ. അല്ലാഹു നിയമിച്ച അപ്പോയിന്റ്മെന്റ് ചെയ്ത ഒരു ഉപദേശകനായ മലക്ക് ഫീ ഖൽബി കുല്ലി മുഅ്മിനിൻ, ഓരോ സത്യവിശ്വാസിയുടെയും നെഞ്ചകത്ത് പാർക്കുന്നുണ്ട്. ഇത് ഖുർആനും പറഞ്ഞിട്ടുണ്ട്. വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. വനഫ്സിൻ, മനുഷ്യന്റെ ഘടനയെ തന്നെയാണ് സത്യം, അവന്റെ ഹഖീഖത്ത് യാഥാർത്ഥ്യത്തെ തന്നെയാണ് സത്യം, മനസ്സാക്ഷിയെ തന്നെയാണ് സത്യം. വമാ സവ്വാഹ, അതിനെ ക്രമപ്പെടുത്തിയ രൂപം തന്നെയാണ് സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ. മനസ്സാക്ഷിയിലേക്ക് അല്ലാഹു നന്മ തിന്മകൾ അറിയിച്ചു തന്നിട്ടുണ്ട്. ഇൽഹാം അല്ലാഹു ഇട്ട് തന്നിട്ടുണ്ട്, നന്മയും തിന്മയും ഓരോ മനുഷ്യന്. അവന്റെ ചിന്തയിൽ അല്ലാഹു ഇട്ട് തന്നിട്ടുണ്ട് നന്മയും തിന്മയും. ഖുർആനാണ് പറയുന്നത്. അതുകൊണ്ട് ഫത്വ എവിടെയും കിട്ടും. ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു കേസിൽ ഫത്വ വെച്ചപ്പോൾ അവിടെ ഹറാമാണ്, അത് ശരിയാവില്ല. ഒരു കനുള്ള കിഴിയും കൊണ്ട് വലിയൊരു ആലിമുൽ അല്ലാമാന്റെ അടുത്ത് പോയി, ഇത് ഞാകെ കുടുങ്ങിയേക്കാണ് ഈ സംഭവം, അത് ഇന്ന കിതാബിൽ ഇന്ന മൊല്ല ഇന്ന ഇമാമ്, ശാഖാപരമായിട്ട് എന്തൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഒന്നും വേണ്ട, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബുഖാരിയിൽ കാണാം, നിങ്ങൾ രണ്ടാള് ഒരു കേസ് പറയാൻ എന്റെ മുന്നിൽ വന്നു. രണ്ടാള് ഒരു ഇടപാടിലെ കേസാകട്ടെ, ഒരാള് കള്ളനാണ്, ഒരാള് സത്യസന്ധനാണ്. ഈ കള്ളനായ ആള് നാക്ക് ഒരു 1.5 മുഴം നീളമുള്ള നാക്ക. ന്യായം പറഞ്ഞ് പാറ ചേറാക്കാനും ചേറു പാറയാക്കാനും കഴിവുള്ള തന്റേടിയായ ആളാണ് ഇത് കള്ളൻ. സത്യസന്ധനോ പരമസാധു, പറഞ്ഞാ നേടൂല. ഇങ്ങനെ 2 പേർ എന്റെ മുന്നിൽ വന്ന് കേസ് പറഞ്ഞ്, വാചാലതയുള്ള കള്ളൻ എന്റെ മുമ്പിൽ വന്ന് ന്യായം പറഞ്ഞാൽ, ന്യായം പറച്ചിലിൽ കള്ളൻ വിജയിച്ചാൽ കള്ളൻ അനുകൂലമായി ഞാൻ വിധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പക്ഷേ എന്റെ ആ വിധിയും കേട്ട് പോകുന്ന ആ കള്ളനുണ്ടല്ലോ, ന്യായം പറഞ്ഞ് വാചക കസർത്ത് കൊണ്ട് വിധി അനുകൂലമാക്കി പോകുന്ന ആ കള്ളനുണ്ടല്ലോ, അവൻ പോകുമ്പോൾ അവൻ കയ്യിലേന്തുന്നത് നരകത്തിന്റെ ഒരു പീസും കൊണ്ടാണ് അവൻ പോകുന്നത്. നരകത്തിലൊരു കഷ്ണം കൊണ്ട് അവൻ പോകുന്നത്. ഇവിടെ ഈ ദുനിയാവിൽ ഞാൻ വിധിക്കുക, ന്യായം അനുസരിച്ചാ വിധിക്കുക. അത് കുറച്ച് സ്മാർട്ടായിട്ട് വാദിച്ചാൽ ഞാൻ അതിനനുസരിച്ച് വിധിക്കും. പക്ഷെ അവൻ നരകവും കൊണ്ടാണ് പോകുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഫത്വ എന്തിനും കിട്ടും, ഏത് കള്ളത്തരത്തിനും ഫത്വ അനുകൂലമായി കിട്ടും. മനസ്സാക്ഷിയുടെ അംഗീകാരം, കച്ചവടക്കാരെ, മനസ്സാക്ഷിയുടെ അംഗീകാരം.
ഇത് പാഠം 2. 1 സത്യസന്ധത, 2 മനസ്സാക്ഷിയുടെ അംഗീകാരം. ഇസ്തഫ്തി ഖൽബക, നീ മതവിധി ചോദിക്കേണ്ടത് നിന്റെ ഹൃദയത്തോടാ. അവിടെ അകത്തിരിക്കുന്നുണ്ട് ഒരു മലക്ക് ഉസ്താദ്, നിങ്ങൾക്ക് ഉപദേശം തരാൻ ഒരു വഴലുകാരൻ പ്രഭാഷകൻ, അവിടുന്ന് കിട്ടും നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശം. വസ്തഫ്തി നഫ്സക, നിന്റെ മനസ്സാക്ഷിയോട് ഫത്വ ചോദിക്ക. അതിനെതിരായി എത്ര ഫത്വ കിട്ടിയാലും നിങ്ങൾ പുറത്തുനിന്ന് കിട്ടിയ ഫത്വല്ലേ എടുക്കേണ്ടത് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വിധിയുടെ നിയമത്തിന്റെ പഴുത് നോക്കി പോയാൽ അത് അപകട. ലഅനല്ലാഹുൽ യഹൂദ, അല്ലാഹു ജൂതന്മാരെ ശപിക്കാൻ കാരണം ഹറമ അലൈഹിമുശ് ശുഹൂമ, അവർക്ക് ഫാറ്റ് ഫുഡ് അല്ലാഹു ഹറാമാക്കി. ഫാറ്റുള്ള ഫുഡ്, കൊഴുപ്പുള്ള ഫുഡ് കഴിക്കരുത് എന്ന് ജൂതന്മാരോട് പറഞ്ഞു. ഇന്നതില്ലട്ടോ, നമുക്ക് എത്രയും കൊഴുപ്പടിക്കാം, പക്ഷെ കൊളസ്ട്രോൾ വന്നിട്ട് തട്ടിപ്പോകുന്നത് നോക്കിയാൽ മതി. ജൂതന്മാരോട് അല്ലാഹു പറഞ്ഞു ഫാറ്റ് ഫുഡ് നിങ്ങൾക്ക് ഹറാമാണ്. അവരെന്ത് ചെയ്തു? ഫബാഉഹാ വഅകലൂ സമനഹ, അവർ പിന്നെ അത് ഭുജിക്കൽ നിർത്തി, അത് ശാപ്പാടടിക്കൽ നിർത്തി, അവർ വിറ്റു. അത് ബിസിനസ്സിന് വേണ്ടി ഉപയോഗിച്ച് അതിന്റെ വില ഭക്ഷിച്ചു. ഈ കാരണത്താൽ അള്ളാഹു അവരെ ശപിച്ചു. അപ്പൊ വിധിയുടെ നിയമത്തിന്റെ പഴുതു നോക്കി പോകാതെ മനസ്സാക്ഷി നോക്കി സത്യസന്ധമായി കച്ചവടം ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് പാഠം 1 സത്യസന്ധത, മനസ്സാക്ഷിയുടെ അംഗീകാരമാണ് പറഞ്ഞത്. അടുത്ത ഭാഗം കച്ചവടത്തിന്റെ നിയമങ്ങൾ അടുത്ത ആഴ്ച നമുക്ക് പരിശോധിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബിസിനസ്സും ഇടപാടുകളൊക്കെയും അവൻ പൊരുത്തപ്പെട്ട, അവൻ പറഞ്ഞു തന്ന വിധത്തിൽ ക്രമീകരിക്കാൻ, ചിട്ടപ്പെടുത്താൻ അവൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിനുവേണ്ട അറിവുകൾ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ.